ഇത് ആര് നട്ടപ്പാതിരക്കൊന്ന് ബെല്ലടിക്കണത്? നീയാ? നീ രാത്രി എവിടെ പോയിട്ട് വരണു? ഞാൻ വീട്ടിൽ നിന്ന് വരുവാ പാപ്പാ. ഇത്ര സമയായി. ഇന്ന് രാത്രി അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ വന്നാ പോരെ? ഓ, അപ്പൊ എന്നെ ഗെറ്റൗട്ട് അടിക്കാനുള്ള പ്ലാനാണ്. ശരി, ഞാൻ വീട്ടിൽ തന്നെ പോയിക്കൊണ്ട്. ഈ രാത്രി നീ എവിടെ പോണത്? ഞാൻ പറഞ്ഞതിന്റെ പൊരുളെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. രാത്രിയിൽ ഇറങ്ങി നടന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് അങ്ങ് പറഞ്ഞ് അങ്ങ് പോകാണ് വേണ്ടി ഇരുട്ടത്ത്. എന്നാ കേറിക്കോട്ടെ. ആ കാരിക്ക എന്ത് പ്രതിമ അതെനിക്ക് പ്രതിമയെന്നറിയാം. ഇതെവിടെ നിന്ന്? കടയിൽ നിന്ന് വാങ്ങിയത്. ഏതെവിടെ വാങ്ങിച്ചത്? പാപ്പയ്ക്ക് ഇത് എന്തൊക്കെ അറിയണം? കുറെ നേരമായല്ലോ, കുറെ ചോദ്യങ്ങള്. പോക്കോട്ടെ ഞാൻ. ആ ഓക്കെ. ബ്ലഡാ? അതെ അതെ ഓർത്തോ? മനുഷ്യൻ പേടിച്ചു പോയി. പേടിക്കാനാ? ഇതെന്തോ തുള്ളല് തുള്ളണത്? This is not കേവലം ഒരു തുള്ളൽ. This is aerobics workout, you know. ഞാൻ വർക്കൗട്ട് ആയതാലും മനുഷ്യൻ അടുത്ത് നിൽക്കുമ്പോ അതെങ്കിലും അറിയണ്ടേ? വർക്കൗട്ട് തുടങ്ങി കഴിഞ്ഞ പിന്നെ എനിക്ക് വട്ടാണ് ബോബ്സ്. എനിക്കറിയാം നിനക്ക് വട്ടാണെന്നുള്ളത്. അതെനിക്കറിയാം. ഞാന് സീരിയസ് ആയിട്ട് ഒരു കാര്യം അന്വേഷിക്കാനാണ് വന്നത്. ബോബ്സിന് ഇപ്പൊ എന്താ വേണ്ടേ? ബ്ലഡ് ടെസ്റ്റ് വേണോ? എനിക്ക് നിന്റെ ബ്ലഡ് കിട്ടുമെന്ന് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ സീരിയസ് ആയിട്ട് ഒരു കാര്യത്തിലാണ് വന്നതെന്ന്. അതാ സീരിയസ് കാര്യം പറ. നിന്റെ കൂടെ താമസിക്കില്ല പെണ്ണ്? മാലി മാലി മാലി. മാലി എവിടെ? മാലി എവിടെ? അവള് മുകളിൽ കിടത്ത് തുടങ്ങണ്ടല്ലോ. ആ ഓഹോ. മാലി ഇന്നലെ രാത്രി എത്ര മണിക്കാണ് വന്നതെന്ന് അറിയാമോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ രാവിലെ എന്റെ അവള് നല്ല ഉറക്കായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചില്ല. പാവല്ലേ. 11 മണിക്കാണ്. 11 മണിക്ക്. 11 മണിക്കാ? അവള് രാത്രി അത്ര നേരം എവിടെ പോയതായിരുന്നു? എവിടെ പോയതായിരുന്നു അവള്? നീ എന്റെ അടുത്താണ് ചോദിക്കണം. നീ അവളുടെ അടുത്തല്ലേ ചോദിക്കാൻ? അത് മാത്രമല്ല, അവൾ ഇന്നലെ വന്ന് കയറിയപ്പോഴ് അവളുടെ മുഖത്ത് എന്തോ ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? അവളുടെ കയ്യിൽ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. ആ പ്രതിമയിൽ നിന്ന് ചോരത്തുള്ളികൾ ഇറ്റിറ്റിറ്റി തറയിൽ വീഴായിരുന്നു. പ്രതിമയ്ക്ക് പീരീഡ്സ് ആയിരുന്നു. എന്നാ പറ്റുന്നൊരു വിസ്പർ വാങ്ങിച്ചു കളിക്കാൻ നിൽക്കരുത്. സോറി സീരിയസ് ആയിട്ട് കാര്യം പറ. ആ നിനക്ക് അവളെ എങ്ങനെ പരിചയം? അവളെന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററാ. ആണോ? എന്നാ ആ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവളുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. ഇത് കാര്യം എന്തോ പ്രശ്നമുണ്ട്. ഐ ഷുവർ പോപ്സ്? ഷുവർ. ശത്രുസേന മിസൈൽ ഇട്ടു. നാറുന്നു, കരിഞ്ഞു നാറുന്നുണ്ടോ? ആകെ മൊത്തം പ്രശ്നമാണ്. അതെ പാപ്പു പാപ്പു പാപ്പു, ഈ കരിഞ്ഞ ബ്രെഡ് നല്ലതാണ്. കരി ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ കുറച്ച് കരി വാരി തരട്ടെ ഞാൻ 3 നേരം. ഒരു കാര്യം അറിയോ? ഇനി ഇതിന് വേറെ ബ്രെഡൊന്നും ഇല്ല. കണ്ട ഞാനാണെ കുറെ തുള്ളുകയും ചെയ്തു. എനിക്ക് വിശക്കുന്നേ. ഞാൻ സ്വിഗ്ഗി ഓർഡർ ചെയ്യാൻ പോവാ. അതാണ് നല്ലത്. ഓപ്ഷനല്ല എനിക്ക്. മര്യാദക്ക് പൈസ ഒന്നുണ്ട്. അതെനിക്കറിയാലോ. അയ്യോ ഇനിയിപ്പോ ഞാൻ നോക്കിക്കോളാം.
പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. ദൈവമേ, ഓരോ കാരണമായിട്ട് വന്നോളൂ മനുഷ്യന്റെ ബ്രേക്ക്ഫാസ്റ്റ് മുടക്കാനായിട്ട്. ഒരു കാശൊന്നും കിട്ടുന്നില്ല. കാര്യം പറഞ്ഞപ്പം കഥയെന്ന് എന്നൊക്കെ മുഴുവട്ടാണ് മുഴുവട്ട്. ഇതുകൂടെ കത്തിപ്പോണ്ട. എന്തിനു കളയണത്? എന്താ അതല്ല ഞാൻ ചോദിച്ച എന്താന്ന്? എന്നോടാണോ ചോദിക്കണേ? നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാന് ഇതേതാ പ്രതിമ? ആ നിന്നെ പ്രതിമയെ കാണിക്കാൻ വന്നയാ ഞാന്. നോക്കിയേ, നല്ല രസമില്ലേ? എന്തിന്? അതെന്തിനായിരുന്നു? അതെന്നോടാണ് ചോദിക്കുന്നത്? അല്ല, എന്റെ കൂട്ടുകാരി ഗിഫ്റ്റ് തന്നതാ എനിക്കിത്. നോക്കിയേ, ക്യൂട്ടല്ലേ? നല്ല രസമില്ലേ? കണ്ടാ? എന്നെ കൊല്ലാൻ വേണ്ടി വന്നല്ലേ? അയ്യോ, അല്ല, അല്ല. പെണ്ണ, നീ മനഃപൂർവ്വ പ്രതിമയും കൊണ്ട് എന്നെ തലക്കിട്ടടിക്കാൻ വന്നല്ലേ? എനിക്കിത് പ്രാന്തുണ്ടോ നിന്റെ തലക്കിട്ടടിക്കാൻ? നിനക്ക് എന്നെ അറിയാത്തോണ്ടാണ് വെച്ച് തന്നാലാണ്ടല്ലോ നല്ലത്. എന്ത് വിട്ടു? നിങ്ങൾ എന്ത് തോന്നിയ കാണിക്കുന്നേ? ഇതൊന്നും അത്ര ശരിയല്ലാട്ടോ. ഇവളാ ആദ്യം തുടങ്ങിയതല്ല, ഞാനൊന്നല്ല. അയ്യേ, അവിടെ തുടങ്ങിയെന്ന് പറഞ്ഞ് നീ തുടങ്ങാൻ പാടില്ല. ഞാൻ നിന്നെ കുറിച്ച് അങ്ങനെയൊന്നല്ല വിചാരിച്ചത്. എന്റെ മുന്നേ ആരെങ്കിലും വന്നാണ്ടല്ലോ ഈ ലച്ച് വെറുതെ വിടത്തില്ല. നാണക്കേട്. ശിവ ശിവ, എന്തൊക്കെയാ കേക്കണത്? നിങ്ങളോട് രണ്ടുപേരോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇതൊക്കെ നിങ്ങളുടെ പ്രായത്തിന്റെ ഓരോ തോന്നലുകളാ, മനസ്സിലായ? എത്രയൊക്കെ മോഡേൺ ആണെന്ന് പറഞ്ഞാലും ഞാൻ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ഇതൊക്കെ പ്രകൃതി വിരുദ്ധാണ് ലച്ചു. നീ അത് തേങ്ങ പറയണത്? തേങ്ങയല്ല, മാങ്ങ. നിങ്ങൾ നമ്മള് ഡിങ്കോൾഫിനെ പറ്റിയ ഞാൻ പറയണത്. നീ എന്തിട്ട് തേങ്ങ അവളുടെ മേൽ കയറി ഇരുന്ന് കാണിക്കണ്ടായിരുന്നേ? ജവനെ, അനാവശ്യം പറയാൻ നിൽക്കരുത്. നീ വല്ല കണ്ട? ഇല്ലല്ല, എന്നെ പ്രതിമേനെ കൊണ്ട് അടിച്ച് കൊല്ലാൻ നോക്കിയപ്പോ ഞാൻ ഇടിക്കാൻ പോയതാണ്. അത്രേ ഉള്ളു. അയ്യോ, ഭയങ്കര സുഖം ഉണ്ടായിരുന്നല്ലേ? ഇവളതിന്റെ ഇടയ്ക്ക് ഉറങ്ങിയ മോയ് മുറി കിടക്കടി പോയിട്ട്. നിങ്ങൾ തമ്മിലുള്ള സംസാരമൊക്കെ കഴിഞ്ഞാ? ഓംബ്ര, എന്റെ പ്രതിമ എന്തേ? പ്രതിമ വെച്ച് തരണോണ്ടോ കാണിക്കാൻ വന്നല്ലേ? മുറി പോയി നിന്നെ ഒരു കാര്യം പറയാണ്ട്. എന്താ? നിന്റെ കൂട്ടുകാരോട് പറഞ്ഞേക്ക് ഇനി മേലെ എന്റെ ഭാഗത്തേക്ക് വരാൻ നിക്കരുതെന്ന്. എന്താടി വന്നല്ല വെച്ചിട്ട് കൊടുക്കും ഞാൻ. ആദ്യം ഞാൻ മുറി പോവാ. നല്ല മഴ അല്ലേ? അതെ, നല്ല രസമുണ്ട്. കട്ടൻ ചായയും ജോൺസൺ മാഷിന്റെ പാട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായേനെ. എന്നൊരു കട്ടൻ ചായ വെക്കോ? അല്ല വേണ്ട, കട്ടൻ ചായ വേണ്ട, അത് രസമില്ല. മാലി കണ്ണൊന്നും എഴുതാറില്ലല്ലോ. ഐഷാഡോ ഇട്ടിട്ടുണ്ടല്ലേ? നല്ല രക്തത്തിന്റെ കളറ്. അതെന്താ, ചുമപ്പ് ഇഷ്ടല്ലേ ബാപ്പുന്? അതൊന്നുമല്ല. നല്ലതല്ലേ? അതെ, ഞാനേ മാലിനോട് ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ. ഉള്ളത് പറയോ? അതായത് മാലിയുടെ ചേച്ചി എന്നെ വിശ്വസിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വിട്ടതേ മാലിനെ. അപ്പൊ അതുകൊണ്ട് ചോദിക്കാ, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ഇല്ല. സത്യം പറ. പാപ്പുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ നീ എന്തിനാ ഈ പ്രതിമേനെ കൈ പിടിച്ച് നടക്കുന്നത്? ഇതാരുടെ പ്രതിമയാ? അതാണോ? ആ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം. ഇല്ല, ഞാൻ ആരോടും പറയില്ല. ആരോടും പറയരുത്. ഇല്ല. ഇന്നലെ ഞാനേ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുമ്പോ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ഒരു ബാണ്ട കിട്ടും. അതിനടുത്ത് കുറേ പട്ടികള് ഈ പ്രതിമേനെ കടിച്ചു വലിക്കുന്നു. എനിക്ക് പാവം തോന്നി. ഞാൻ പോയിട്ട് അവറ്റങ്ങളൊക്കെ അടിച്ചോടിച്ചു. എന്നിട്ട് പ്രതിമേനെ എടുത്തു. അപ്പൊ അതിലൊരു പട്ടി എന്നെ കടിക്കാൻ വന്നു. ഞാൻ ഈ പ്രതിമ വെച്ച് അതിന്റെ തലയ്ക്ക് ഒറ്റ അടി വെച്ച് കൊടുത്തു. അതിന്റെ തലേന്ന് കുറേ ചോര വന്നിട്ട് അത് ഓടിപ്പോയി. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പൊ അതാണ് പോപ്സ് പറഞ്ഞ രക്തം. ആയിരിക്കും. അല്ല, അപ്പൊ നീ എന്തിനാ ലച്ചുന്റെ മുറി പോയത്? അതവളെ പേടിപ്പിക്കാൻ. എന്തിന്? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ കാരണം കൊണ്ടോ? അവള് കണ്ണു ഓർക്കുമ്പോഴേ ഈ പ്രതിമ കണ്ടിട്ട് പേടിക്കണം. ഇഷ്ടല്ല അവളെ. മോളെ എളുപ്പല്ല. ഒരു കാര്യം ചെയ്യ്, ആ പ്രതിമ അങ്ങോട്ട് തന്നെ നോക്കട്ടെ. ചേച്ചി നോക്കട്ടെ. ഇത് കിട്ടാത്ര കാശൊന്നും കിട്ടൂല. അയ്യോ, വിൽക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. എന്താടി സത്യം പറ. അമ്മയല്ല കൂടുതലോ? എനിക്കൊന്നും അറിയില്ല. എന്തോ അക്ഷരങ്ങളൊക്കെ എന്തോ എഴുതിയിട്ടുണ്ട്. ജയ് മംഗള. ഞാൻ മംഗളവതിയാണ്. വല്ലിയൂർ കാട്ടിലെ രാജാവായ സേനൻ പാണ്ഡു അയാളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ എന്നെയാണ് പൂജിച്ചത്. ഹോമകുണ്ടത്തിനു മുന്നിൽ എനിക്ക് ശക്തി ലഭിക്കും. 3 തവണ ജയമംഗള പറഞ്ഞാൽ ഞാൻ നേരിട്ടെത്തും. അയ്യോ, നമ്മൾ ഈ ബുക്കിലുള്ള പോലെ ഏട്ടാ മുഖത്ത് വരച്ചു വെച്ചിരിക്കണത് കറക്റ്റ് അല്ലേ? എന്നൊക്കെ പാപ്പു എന്തൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ഓവർ. കുറച്ച് ഓവറായാലും മംഗളദേവിക്ക് ഇഷ്ടാവുള്ളൂ. ഇതിലുണ്ട്. ഓ അതൊക്കെ പറയാട്ടാ, ഇല്ലെങ്കിൽ പോപ്സ് വന്നാലേ പോപ്സ് എല്ലാം മണം അടിച്ച് മാറ്റിക്കൊണ്ടോ. ഓം ക്രീം ക്ലും ബ്ലും മൈ ക്രീം ഗ്ലും ക്ലും ഓം സ്ഫുടക് സ്ഫുടക്. എന്തൊക്കെയാ പറയുന്നത്? കുറച്ച് ഗുമ്മായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആ കത്തിയിലുള്ളത് മാത്രം പറ. കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മംഗള വരൂല. ആണോ? ആ, പുള്ളിക്കാരിക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ അത് കത്തിൽ എഴുതിയിരിക്കുന്നത്. പൈസക്കാരാവണോ? ആ വേണം. അതിലുള്ളത് മാത്രം വായിക്കേ. അപ്പൊ ഞാൻ കഷ്ടപ്പെട്ടത് പഠിച്ചതോ? വേണ്ട വേണ്ട വേണ്ട, മറന്നേക്ക് മറന്നേക്ക്. വേണ്ടല്ലേ? ഇത് 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 തൊടാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ്. ഉള്ളത് മാത്രം. ജയ് മംഗള. എന്നെ വലിയ പണക്കാരി, അല്ല ഞങ്ങളെ വലിയ പണക്കാരിയാക്കി തരണേ. ജയ് മംഗള. ഞങ്ങൾക്ക് BMW കിട്ടണേ. ജയ് മംഗള. 1 കോടിയുടെ ഫ്ലാറ്റ് തരണേ. ഞങ്ങൾക്ക് 2 ആൾക്കും 2 പേർക്കും തരണേ. ഞങ്ങളെ വലിയ പണക്കാരാക്കണേ. അമ്മേ കാറ്റ്. ഇതെന്താ വരുന്നത്? എനിക്ക് പേടിയോട്. അയ്യോ നിനക്കൊക്കെ എന്താണ് ഭ്രാന്താണ്? നട്ടപ്പാതിരാലി
തീടാൻ. അത് പിന്നെ ഇവിടെ ഒരു പ്രതിമനെ കൊണ്ടുവന്നില്ലേ ജയമംഗള, പുള്ളിക്കാരിയുടെ അടിയിലൊരു കത്തുണ്ടായിരുന്നു. ആ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പോപ്സെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൈസക്കാരിയാവാന്ന്, ഒരു ചാക്ക് പോപ്സിന് തരാന്ന് വിചാരിച്ചിട്ടല്ലേ. നിങ്ങൾക്കും കൂടെ വേണ്ടേ ഞങ്ങളിത് ചെയ്ത്? രണ്ടിന്റെ കോലം നോക്കിയപ്പോ നിന്റെ മൂക്കത്തൊക്കെ എന്താണ് ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞു. വല്ലവനും വല്ലതും പറഞ്ഞു കേട്ട് എന്റെ വീട് തീടാൻ വന്നില്ല. നിന്നെയൊക്കെ ചോദിച്ചു തീ കെട്ടു പോപ്സ്, കുറച്ചുകൂടി കെടാണ്ട്. ഇനി കുഴപ്പമില്ല. ഇനിയാണടി കുഴപ്പം, ഇനിയാണ് കുഴപ്പം. ഒഴുകി